മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ ഒരു സുഹൃത്ത്, വളരെ അഗാധമായി എനിക്ക് ബന്ധമുള്ള ഒരു സുഹൃത്ത്, ഇടയ്ക്ക് ചൈനയിൽ പോവാറുണ്ട്. ഞാനും ഒരു പ്രാവശ്യം ചൈനയിൽ പോയി കുറേ കാര്യങ്ങൾ കണ്ടു. അതില് അദ്ദേഹം കണ്ട് ശരീരവും മനസ്സും വിറങ്ങലിച്ചു പോയ ഒരു സംഭവം എന്നോട് വിവരിക്കുകയുണ്ടായി. സാമാന്യം ആവറേജിന് മുകളിലുള്ള ഹോട്ടലുകളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണമുണ്ടത്രേ. ആ ഹോട്ടലിന്റെ നടുക്ക് ഇരുമ്പ് കമ്പി കൊണ്ടൊരു വളയമിട്ട് ആ വളയം തുറന്ന് അടയ്ക്കാൻ പറ്റുന്ന വിധത്തില് ഒരു സംവിധാനം ഡൈനിങ് ടേബിളിന്റെ നടുക്കുണ്ട്. അതെന്തിനാണ്? ചൈനക്കാർക്ക് പട്ടിയിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. ജീവനോടെ ഒരു പട്ടിയെ ഡൈനിങ് ടേബിളിന്റെ നടുക്ക് കഴുത്ത് ഈ ഇരുമ്പിന്റെ ഹുക്കിനകത്ത് ഭംഗിയായിട്ടിട്ട് ആ ഹുക്ക് അടയ്ക്കും. ഈ പട്ടിക്ക് തലതിരിക്കാൻ പറ്റില്ല. ആ ഹുക്ക് അതേപോലെയാണ്. വളരെ സിമ്പിളായിട്ട്, ശരീരം തുളച്ചു ഇടുന്ന കുത്തൊന്നുമല്ല, വെറുതെ വട്ടത്തിലുള്ളത്. അത് കഴിഞ്ഞാല് ഈ ടേബിളിൽ ഒരു ബർണർ ഉണ്ട്, ഗ്യാസ് കൊണ്ട് കത്തുന്ന ബർണർ. അത് ആ പട്ടിയുടെ, നായയുടെ പുറകിൽ നിന്നങ്ങ് കത്തിക്കാൻ തുടങ്ങും. ആ നായയുടെ പുറകുവശം കാലിന്റെ മുകൾ മുതൽക്കങ്ങ് ഈ ഡയറക്റ്റ് ഫ്ലെയിം കൊണ്ട് കത്തിച്ച് വേവിച്ച് കുറേശ്ശെ കരിയുമ്പോൾ ജീവനുള്ള ആ പട്ടിയുടെ വെന്ത ഭാഗം ചൈനക്കാരുടെ പ്രത്യേക കമ്പുകൊണ്ട് അതിൽ നിന്ന് ഓരോ പീസായിട്ട് ചുറ്റുമുള്ളവരെ തിന്നുമത്രേ. ആ പട്ടിയുടെ തലച്ചോറിന് യാതൊരു വിധത്തിലുള്ള കേടും സംഭവിക്കാത്തത് കൊണ്ടും ഹാർട്ട് നിരന്തരം പമ്പ് ചെയ്യുന്നത് കൊണ്ടും ഈ പുറകിൽ നിന്ന് തീ കത്തിച്ച് 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 തലയുടെ അറ്റം വരുന്നത് വരെ ആ ശരീരം പകുതി വെന്ത് 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 തലച്ചോറ് വരെ വേവുന്നത് വരെ ആ നായ അനുഭവിക്കുന്ന വേദന, പട്ടി അനുഭവിക്കുന്ന വേദന ആ തിന്നുന്നവൻ അറിയുന്നുണ്ടോ ഇല്ലയോ ആവോ. അത് അയാള് പറയുന്നത് കേട്ടപ്പോ എനിക്കങ്ങോട്ട് ഫ്രോസൺ ആയിപ്പോയി എൻ്റെ ശരീരം. മനുഷ്യന് മാത്രം എന്തുകൊണ്ട് മറ്റ് ജീവികളുടെ വേദന അറിയാൻ പറ്റാതെ പോകുന്നു? ആ നായയുടെ പുറകിൽ കൂടെ ഈ ബർണർ ഇങ്ങനെ കത്തി ഫ്ലെയിം കൊണ്ട് ശരീരം വെന്ത് വെന്ത് വരുമ്പോ ആ നായയുടെ പെടച്ചില്, വേദനയുടെ ശബ്ദവും പെടച്ചിലും ചൈനക്കാരിഷ്ടപ്പെടുന്ന ഏറ്റവും വിലയേറിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ആ ഭക്ഷ്യവിഭവം തിന്നാൻ ഒത്തിരി പേര് ക്യൂ നിൽക്കാറുണ്ട് അത്രേ. സാധാരണ ഹോട്ടലിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലുള്ള ഹോട്ടലാണ്, വളരെ ഉയർന്ന ഹോട്ടലല്ല. നമ്മളും ചിന്തിക്കണം. ഓരോ ആടും കോഴിയും പശുവും എരുമയും പോത്തും അതിൻ്റെ കഴുത്ത് പച്ചക്കറുത്ത് അത് കൈകാലിട്ടടിച്ച് വേദനിക്കുന്ന ആ ഒരു കാഴ്ച, അത് ആ മൃഗത്തിൻ്റെ ഇറച്ചി തിന്നുന്നവരുടെ കൺമുമ്പിൽ വരണം. എങ്കില് നമ്മൾ ഈ ശവശരീരവും ചോരയും തിന്ന് ശരീരം വളർത്തുന്നതിന് പകരം മനുഷ്യന് പ്രകൃതി തന്നിരിക്കുന്ന മനുഷ്യന്റെ ശരീരഘടനയ്ക്ക് അനുയോജ്യമായ ആ സസ്യാഹാരത്തിലേക്ക് മാറുകയുള്ളൂ. ചൈനക്കാര് പട്ടിയില് കാണിക്കുന്ന വികൃതമായിട്ടുള്ള ഭക്ഷണ പ്രയോഗം, ഭക്ഷണ സംസ്കരണ പ്രയോഗം കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും
നെറ്റി ചുളിയുന്നു എങ്കിൽ, അല്ലെങ്കിൽ വേദന തോന്നുന്നു എങ്കിൽ, നിങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ടവരോട് പറയുക, മൃഗങ്ങള് മരിക്കുമ്പോ കൊല്ലുമ്പോ ഇറച്ചിക്ക് വേണ്ടി അതിനും ഈ വേദനയുണ്ട്. ആ വേദന നിങ്ങളുടെ ശിരസ്സില് ഒരു ശാപമായിട്ട് വരാതിരിക്കട്ടെ. പ്രണാമം, നമസ്കാരം.